യുക്രൈൻ തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്മാറിയിട്ടില്ലെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡോൺബാസ് മേഖല ഉൾപ്പെടെ തിരിച്ചു നൽകണമെന്ന റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപ് നിർദ്ദേശിച്ച 28 നിർദ്ദേശങ്ങളിൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മേഖലയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചർച്ചാവേളകളിൽ ട്രംപ് സെലൻസ്കിയോട് നിർദ്ദേശിച്ചിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഡോൺബാസ് മേഖല തിരിച്ചു തന്നേ തീരൂ എന്ന നിലപാടിലാണ് പുടിൻ, അല്ലേ? തീർച്ചയായും അനക്ക, ഡോൺബാസ് മേഖല തിരിച്ച് ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഡോൺബാസ് മേഖലയ്ക്ക് പുറമെ ലുഹാൻസും ഡോൺസ്റ്റക്കും, അതായത് രണ്ട് പ്രദേശങ്ങൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ നിയന്ത്രണം റഷ്യയുടെ അതായിരിക്കുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ യുക്രൈന്റെ അതിർത്തിയിലാണ്. ആ പ്രദേശവും തിരിച്ചു നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഈ യുദ്ധത്തിന് ആരംഭിക്കുന്നത് തന്നെ. 2022 ഈ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാകുന്നു യുക്രൈൻ എങ്കിൽ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ യുക്രൈന്റെ അതിർത്തിയിലുള്ള ലുഹാൻസും ഡോൺസ്റ്റക്കും രണ്ട് പ്രദേശങ്ങളിലെയും കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കണം എന്നൊരാവശ്യമാണ്. അതിലൊരു തീരുമാനമാകാതിരുന്നതാണ് ഈ തർക്കങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെച്ചത്. നമുക്കറിയാവുന്നതാണ്, കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് കൃത്യമായി DNA പരിശോധന നടത്തുന്നതിന് പോലും വിമുഖത പ്രകടിപ്പിച്ചാണ് സെലൻസ്കി റഷ്യയിലെത്തിയത്. അത്തരത്തിൽ സെലൻസ്കി റഷ്യയിലെത്തിയതിനു ശേഷം കൃത്യമായ അകലത്തിരുന്നു കൊണ്ട് നടത്തിയ ഒരു ചർച്ചകളൊക്കെ അന്ന് ഓർമ്മകളിൽ ഉള്ളതുമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. ആ യുദ്ധം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നേരത്തെ അനക സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് US ഇന്റലിജൻസ് റിപ്പോർട്ട് അധികരിച്ചുകൊണ്ടാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, USSR തകർന്നതിന് ശേഷം വിഭജിച്ചുപോയ യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തിരിച്ച് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക, അതായത് യൂറോപ്യൻ മേഖലയുടെ ഭാഗമായിരിക്കുന്ന USSRന്റെ ആ നിയന്ത്രണത്തിലേക്ക്, ആ മേഖല കൂടി നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്ന കൃത്യമായ ഒരു നീക്കത്തിൽ നിന്നും പുടിൻ പിന്മാറിയിട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ പുടിൻ തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യമാണുള്ളതെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ യുദ്ധത്തിന് ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതായത് യുക്രൈനെ പിന്തുണയ്ക്കുന്നതിന് ടൊമാഹോക്ക് മിസൈലുകൾ ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടരേണ്ടതുണ്ട് എന്നൊരാവശ്യം US സെനറ്റർമാരും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ USSR തകർന്നതിന് ശേഷം വിഭജിച്ചു പോയ യുക്രൈനെ തങ്ങളുടെ അധീനതയിലാക്കുന്നതിനുള്ള നടപടികൾ തുടരുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അക്കാര്യത്തിൽ നിന്നും റഷ്യ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും അത് അതീവ ഗൗരവമുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സെലൻസ്കി നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്നത് സംബന്ധിച്ച തർക്കത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ തയ്യാറാണെന്നും നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്നതിൽ നിന്നും ഒഴിവാകാൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആവശ്യവും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടായിരുന്നു നാറ്റോയിൽ നിന്നും പിന്മാറാമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ അനക തന്നെ സൂചിപ്പിച്ചതുപോലെ 28 സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ചൊരു കാര്യം കൂടിയാണ് ഡോൺബാസ് മേഖലയിൽ നിന്ന് പിന്മാറണമെന്നുള്ളത്. ഡോൺബാസ് മേഖലയുടെ ഏതാണ്ട് വലിയൊരളവോളം ഇപ്പോൾ തന്നെ റഷ്യയുടെ സൈനിക നിയന്ത്രണത്തിലുമാണ്. അവിടെ നിന്നും യുക്രൈൻ സൈന്യം പിന്മാറണമെന്ന ഒരു ആവശ്യവും അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അന്തിമമായ ഒരു റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു സൂചന ലഭ്യമാകുന്നത്, യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തങ്ങളുടെ രാഷ്ട്രത്തോട് ചേർക്കുക എന്ന നീക്കത്തിൽ നിന്നും പുടിൻ പിന്മാറിയിട്ടില്ല. പഴയ USSRന്റെ ഭാഗമായ യുക്രൈനെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക, നിർണായകമായ യുക്രൈന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക കൂടി ചെയ്യുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു നീക്കവും നാറ്റോ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളികളും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു സ്ട്രാറ്റജിക് നീക്കമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ പുടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ US ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ US ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ അധികരിച്ച് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഏജൻസികളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരീകരണമുള്ള ഒരു വാർത്ത എന്ന നിലയിൽ തന്നെ തീർച്ചയായും US ഇന്റലിജൻസ് റിപ്പോർട്ട് കാര്യമായ പരിഗണന അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ യുക്രൈന് മുകളിലുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ യുക്രൈൻ തങ്ങളുടെ അതിർത്തിയോട് ചേർക്കുന്നതിനുള്ള ഒരു നീക്കം കൃത്യമായും റഷ്യ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ USSRന്റെ ഭാഗമായി USSRന്റെ ഭാഗമായ യുക്രൈനെ
തങ്ങളോടൊപ്പം നിലനിർത്തുക, വെല്ലുവിളികൾ ചെറുക്കുക എന്നൊരു നീക്കം തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ റഷ്യ ഒരു എക്സ്പാൻഷൻ നീക്കം നടത്തുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം യുക്രൈൻ നടത്തുന്നു എന്നത് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു വെല്ലുവിളി തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 മുതൽ ആരംഭിച്ച യുദ്ധം ഉടനെയൊന്നും പൂർണ്ണമായും അവസാനിക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യങ്ങളിൽ കാണാനില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായും മനസ്സിലാക്കേണ്ടത്. അനഘ. ശരി, ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.